ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമക്സ് ട്യൂട്ടോറിയൽ. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ചെറിയൊരു ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചത് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൺവേർഷൻ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് കൺവേർഷൻ മെത്തേഡ്? സിംഗിൾ എൻട്രി റെക്കോർഡ്സിനെ ഡബിൾ എൻട്രി റെക്കോർഡ്സായി കൺവേർട്ട് ചെയ്ത് പ്രോഫിറ്റ് കണ്ടെത്തുന്ന ഒരു മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ്. ഈ മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് മിസ്സിംഗ് ആയ ഫിഗർ ലൈക്ക് ക്രെഡിറ്റ് സെയിൽ, ക്രെഡിറ്റ് പർച്ചേസ്, ഇങ്ങനെയുള്ള ഈ ക്രെഡിറ്റ് സെയിലും ക്രെഡിറ്റ് പർച്ചേസും ഒക്കെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യും. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ഇൻഫോർമേഷൻസ് വെച്ച് ഈ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാതെ തന്നെ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാം. അതാണ് ഈ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് വഴി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് വഴി നമുക്ക് ടോട്ടൽ പർച്ചേസും കണ്ടെത്താൻ പറ്റും. അപ്പോൾ പിന്നെ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Sometimes it may be difficult to find out total sales from the records made by the business. In such a case, the cost of goods sold can be ascertained by adding purchase to opening stock and deducting closing stock. ഒരു ബിസിനസ്സിൻ്റെ റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായേക്കാം. അങ്ങനെയുള്ള കേസിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്തിയിട്ട് നമുക്ക് ടോട്ടൽ സെയിൽസ് കണ്ടെത്താനും എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വഴി നമുക്കൊന്നിരിക്കെ ടോട്ടൽ സെയിൽസോ അല്ലെങ്കിൽ ടോട്ടൽ പർച്ചേസോ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഇതിൽ ഏതാണോ മിസ്സിംഗ് ആയിട്ടുള്ളത് അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ബേസിക് ഫോർമുലാസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടി, ഗ്രോസ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഓപ്പണിംഗ് സ്റ്റോക്ക് 30,000, ക്ലോസിംഗ് സ്റ്റോക്ക് 50,000, പർച്ചേസ് 1,60,000. ഫൈൻഡ് ഔട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 25% ഓൺ കോസ്റ്റ്, അസർടൈൻ ദി ടോട്ടൽ സെയിൽസ്. അപ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ടോട്ടൽ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര എഴുതി? 30,000. ദെൻ പർച്ചേസ് 1,60,000. ആ ഇൻഫോർമേഷനും എഴുതി. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി 50,000. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മൂന്ന് എമൗണ്ടും നമ്മൾ എഴുതി: 30,000, 1,60,000 ആൻഡ് 50,000. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്രോസ് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് കോസ്റ്റിൻ്റെ 25% ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 25% ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 30,000 പ്ലസ് പർച്ചേസ് 1,60,000. ഓക്കെ, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ദാറ്റ് ഈസ് 50,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ എമൗണ്ട്? 1,40,000. ഓക്കെ, അപ്പോൾ 1,40,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ 25% ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 25% ഓൺ കോസ്റ്റ്. അപ്പോൾ ഈ 1,40,000
25% എന്ന് പറയുമ്പോൾ എത്ര വരും? 35,000. ഓക്കെ, 35,000 ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് സൈഡൊക്കെ കൂടി കൂട്ടി. ഏതൊക്കെ? 30,000 പ്ലസ് 1,60,000 35,000 കൂടി ആഡ് ചെയ്തപ്പോൾ 2,25,000. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെയിൽസ് കിട്ടി. ദാറ്റ് ഈസ് 1,75,000. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടോട്ടൽ സെയിൽസ് കണ്ടെത്താനായിരുന്നു. സെയിൽസ് എന്നുള്ളത് നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ് ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്തണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടെത്തി 1,40,000. അപ്പോൾ അതിൻ്റെ കൂടെ ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 25% കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും അല്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 1,40,000. അതിൻ്റെ 25% എന്ന് പറയുമ്പോൾ 35,000. അത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെയിൽസ് കിട്ടി. ദാറ്റ് ഈസ് 1,75,000. ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് 25% ഓൺ കോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കോസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ കോസ്റ്റ് കിട്ടിയതിൻ്റെ 25% ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 25,000, ക്ലോസിംഗ് സ്റ്റോക്ക് 20,000 ആൻഡ് പർച്ചേസ് 91,000. ഓക്കെ, ഇനി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 25% ഓൺ സെല്ലിംഗ് പ്രൈസ് ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് സെയിൽസ് ഡ്യൂറിങ് ദി പീരീഡ്. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് സെയിൽസ് ആണ് കണ്ടെത്താൻ പറ്റുള്ളത്. ഓക്കെ, അപ്പോൾ സെയിൽസ് കണ്ടെത്തുക എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെയിൽസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് 25,000, പർച്ചേസ് 91,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ എത്ര കിട്ടി? 96,000 കിട്ടി. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടി 96,000. ക്ലിയർ? നോ ഡൗട്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ഇനി സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട് 25% ഓൺ സെല്ലിംഗ് പ്രൈസ്. ശ്രദ്ധിക്കുക, എന്താണ് 25% ഓൺ സെല്ലിംഗ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസിൻ്റെ 25% ആണ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചത് ഏതാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കണ്ടുപിടിച്ചു. ഇനി അത് വെച്ചിട്ട് ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് സമാനമായിട്ട് നമ്മൾ സെല്ലിംഗ് പ്രൈസിൻ്റെ ഒരു പെർസെൻറ്റേജിലേക്ക് അതിനെ മാറ്റണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കിവിടെ 25% ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. 96,000ൻ്റെ എത്ര കണ്ടാൽ മതി? 25% കണ്ടാൽ മതി. പക്ഷേ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 25% ഓൺ സെല്ലിംഗ് പ്രൈസ്. പക്ഷേ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ നമുക്ക് തന്നിട്ടുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വെച്ചിട്ട് എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് കണ്ടെത്താമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസിൻ്റെ 25% ആണ് പ്രോഫിറ്റ് എന്നുള്ളത്. അപ്പോൾ എക്സാമ്പിൾ ആക്കി എടുക്കാം. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 100. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 25% ആണ് പ്രോഫിറ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ 25% എന്ന് പറയുമ്പോൾ 25 ആകും എന്ത്? പ്രോഫിറ്റ്. സോ കോസ്റ്റ് എത്രയാണ് വരിക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര വരും? 75 വരും. അപ്പോൾ ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാണാം. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 96,000. ഈ 96,000 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെല്ലിംഗ് പ്രൈസിൻ്റെ 25% ആണ് എന്ത്? പ്രോഫിറ്റ് എങ്കിൽ കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആകും പ്രോഫിറ്റ് എന്നുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് എത്രയാണ്? 25 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ കോസ്റ്റ് എത്രയാണ്? 75. ഓക്കെ, സോ ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് എത്ര ആകും? 32,000 ആകും. ഓക്കെ, എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 25% പ്രോഫിറ്റ് എങ്കിൽ കോസ്റ്റിൻ്റെ 33.33% ആകും പ്രോഫിറ്റ്. എങ്ങനെയാണ് 33.33 കിട്ടി? 25/75. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി.
ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് സെയിൽസ് കണ്ടെത്തിക്കൂടെ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടി, പ്രോഫിറ്റും കിട്ടി. അപ്പോൾ ഇനി സെയിൽസ് എത്രയാകും? 96,000 പ്ലസ് 32,000 ഇസ് ഈക്വൽ ടു 1,28,000 ആണ് സെയിൽസ് എന്നുള്ളത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 20% ആണെന്ന് വിചാരിക്കാം. എത്രയാണ്? 20%. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് സെയിൽസ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി, ദാറ്റ് ഈസ് 96,000 ആണ് അല്ലേ? ഇനി 96,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതിനെന്താ ചെയ്യുക? നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത്? സെല്ലിംഗ് പ്രൈസിൻ്റെ 20% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? സെല്ലിംഗ് പ്രൈസ് എത്ര ആക്കി എടുക്കുക? 100 ആക്കി എടുക്കുക. പ്രോഫിറ്റ് എത്രയാണ്? 20% ആണ്. അപ്പോൾ 100ൻ്റെ 20% അല്ലേ? സെല്ലിംഗ് പ്രൈസിൻ്റെ 20%. അപ്പോൾ 100ൻ്റെ 20% ആകുമ്പോൾ എത്ര? 20 തന്നെയാണ് വരിക. അപ്പോൾ എത്ര കിട്ടി? കോസ്റ്റ് എന്നുള്ളത് 80 കിട്ടി. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് കണ്ടെത്തി കൂടെ? എങ്ങനെ പ്രോഫിറ്റ് കണ്ടെത്താം? 96,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു പ്രോഫിറ്റ് എത്ര? 20. ഓക്കെ, ഡിവൈഡഡ് ബൈ കോസ്റ്റ് എത്ര കിട്ടി? 80. അപ്പോൾ എത്ര കിട്ടും? 24,000 കിട്ടും. അപ്പോൾ സെയിൽസ് എന്നുള്ളത് 96,000 പ്ലസ് 24,000 1,20,000. ക്ലിയർ? അപ്പോൾ ഇനി ഏത് സംഖ്യ തരികയാണെന്നുണ്ടെങ്കിലും സെല്ലിംഗ് പ്രൈസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് തരുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നോക്കുക, ഇനി 30% ഇവിടെ തന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 30% ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്തിക്കൂടെ? എങ്ങനെ കണ്ടെത്താം? 96,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമുക്ക് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ എല്ലാം തന്നിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസിൻ്റെ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 100 ആക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് 100, അപ്പോൾ പ്രോഫിറ്റ് 30% ആണെങ്കിൽ 30. സോ കോസ്റ്റ് എത്ര ആകും? 70. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? നമുക്ക് കിട്ടിയ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 96,000 ഇൻറ്റു 30 ബൈ അല്ലേ 70. ഇതിങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, 30 ബൈ 70. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ആ ഗ്രോസ് പ്രോഫിറ്റ് 96,000ൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ സെയിൽസ് കിട്ടും. ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതൊന്ന് പഠിച്ചാൽ മതി. 20% ഓൺ സെയിൽസ് ആണ് എന്ന് പറഞ്ഞാൽ അത് 25% ഓൺ കോസ്റ്റ് ആകും. സെയിൽസിൻ്റെ 20% എന്ന് പറയുമ്പോൾ കോസ്റ്റിൻ്റെ 25% തുല്യമാകും. ഓക്കെ, ഇനി സെയിൽസിൻ്റെ 25% ആണെന്നുണ്ടെങ്കിൽ അത് കോസ്റ്റിൻ്റെ 33.33% തുല്യമാണ്. ഓക്കെ, ഇങ്ങനെയും എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. അതല്ലെങ്കിൽ ലോജിക്ക് വെച്ചിട്ട് അങ്ങനെ എന്താ മനസ്സിലാക്കുക. മുന്നേ പ്രോബ്ലം ചെയ്തതുപോലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് കണക്കും എത്ര സെല്ലിംഗ് പ്രൈസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് തന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അത് പ്രിപ്പയർ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തിനാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? പർച്ചേസോ സെയിൽസോ അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഇതിൽ ഏതെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് തോന്നുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്തുക.